നമുക്കൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം ചേരുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ്. പൂർണ്ണമായ രൂപം ഈ റിപ്പോർട്ടിന്റെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയിൽ മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങ് കോടതി നടത്തിയ നിരീക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? സർക്കാരിന്റെ ഒരു ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിലേക്ക് പോകുന്നതിലടക്കം വൈകി എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? ഞാൻ കോടതി വിധിയുടെ വിശദമായ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടായ കോടതി വിധിയാണല്ലോ, ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞവർക്കൊന്നും മാത്രം പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കേരളത്തിലെ ഗവൺമെന്റ് ഒരിക്കലും സ്ത്രീവിരുദ്ധമായ നിലപാട് സ്വീകരിക്കില്ല. സ്ത്രീവിരുദ്ധമല്ല LDF ഗവൺമെന്റ്. സിനിമാരംഗം അടക്കമുള്ള എല്ലാ രംഗത്തും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വെക്കാനാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളത്. ആ നിലപാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോകും. സിനിമയിലെ പുതിയ വിവരങ്ങളൊക്കെ നമ്മളെല്ലാവരെയും ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വലിയ അന്യത്തിളക്കങ്ങളും താരപ്രഭയൊക്കെ ഉള്ള ആ ലോകത്ത് കേരളത്തിന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യവും നമ്മൾ കേട്ടു. അതിനകത്ത് ആരാണ് കുറ്റക്കാർ? ആ കുറ്റക്കാരെ ആരെയും സർക്കാർ സംരക്ഷിക്കാൻ പോകുന്നില്ലെന്ന് ഗവൺമെന്റിന് വേണ്ടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിനെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ശ്രീ ബിനോയ് വിശ്വം, ആ നിലപാട് സ്വാഗതം ചെയ്യുന്നു. സർക്കാർ ഒരിക്കലും ഒരു സ്ത്രീവിരുദ്ധ സർക്കാരാണെന്ന അഭിപ്രായം എനിക്കുമില്ല. പക്ഷേ ഇവിടെ ഇരകൾ വന്ന് പരാതി തരട്ടെ, ആ ഒരു നിലപാട് തെറ്റാണെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. ഇരകൾ നേരിട്ട് പോയി പരാതിപ്പെടാൻ കഴിവുള്ളവരാണെങ്കിൽ, അതിനുള്ള ആർജവമുള്ളവരാണെങ്കിൽ ഈ ഒരു കമ്മിറ്റിക്ക് മുന്നിലേക്ക് മാത്രമായി അവർ ചുരുങ്ങില്ലല്ലോ. അങ്ങനെ ഒരു പൊത്തിനുള്ളിലേക്ക് ഒളിച്ചിരുന്നു കൊണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ മാത്രം വന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയ ആ സ്ത്രീകൾ വീണ്ടും പരാതി നൽകണമെന്നുള്ള ഒരു നിലപാട് സർക്കാർ എടുത്തത് എന്തിനാണ്? ഇവിടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് ഇരയുടേതാണ്, വേട്ടക്കാരൻ്റെതല്ല. ഈ മലയാളി സമൂഹം പ്രബുദ്ധമാണല്ലോ. ഈ സമൂഹത്തിന്റെ ബോധതയുടെ അഭാവമല്ല സിനിമാരംഗവും. സിനിമയിലെ സ്ത്രീകളും സിനിമയിലെ പുരുഷന്മാരുമെല്ലാം ആ പ്രബുദ്ധതയ്ക്കൊപ്പം നിൽക്കേണ്ടവരും നീങ്ങേണ്ടവരുമാണ്. അതിന് കളങ്കം പറ്റുന്ന മട്ടിൽ സിനിമാ രംഗത്തുള്ള ചില ആളുകൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ പെരുമാറുന്നവരെ എന്തായാലും സർക്കാർ രക്ഷിക്കാൻ പോകുന്നില്ല. അവിടെ ഗവൺമെന്റിന് സംശയമില്ല, ഗവൺമെന്റ് നിൽക്കേണ്ടത് സ്ത്രീപക്ഷത്തായിരിക്കും. അതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ശ്രീ ബിനോയ് വിശ്വം, അങ്ങയുടെ നിലപാടിൽ എനിക്ക് ആശയ വ്യക്തതയ്ക്ക് ഒരു കുറവുമില്ല. എങ്കിലും ഇതുവരെ സർക്കാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ, മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ, ഇരകൾ വന്ന് പരാതി തരട്ടെ, അപ്പോൾ ആലോചിക്കാം, അവർക്ക് സംരക്ഷണം നൽകാം. പക്ഷേ ഇരയൊരിക്കലും പരാതി നൽകാൻ വരാൻ പോകുന്നില്ല. അതവർ നൽകിയ മൊഴിയിൽ തന്നെ പറയുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ. അതൊരു പഠനമാണെന്നാണ് ഇന്ന് സർക്കാർ കോടതിയിൽ പോയി പറഞ്ഞത്. ഒരു കുറ്റകൃത്യം, ഒരു ലൈംഗിക കുറ്റകൃത്യം നടന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് ആ ഇര തന്നെ പോയി കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞത്. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് 4.5 വർഷമായി സർക്കാരിന് മുന്നിൽ ഇരിക്കുന്നത്. അതിൽ അനങ്ങാതിരിക്കുന്നത് ശരിയാണോ ശ്രീ ബിനോയ് വിശ്വം? ഇരകൾ ഒന്ന് പറയട്ടെ എന്ന് മുഖ്യമന്ത്രി പറയാൻ വഴിയില്ല. ഞാൻ കേട്ട പ്രസ്താവനക്കകത്ത് ഇരകളെന്ന വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പരാതിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതി നൽകുന്നത് ഇരയല്ലേ സർ? പരാതിയുടെ പുതിയ കോടതി വിധിയുടെ വെളിച്ചത്തിൽ അങ്ങനെ വിധി ഉണ്ടായിട്ടുണ്ട്. വെളിച്ചത്തിൽ ഗവൺമെന്റ് എന്തായാലും അതിനെ ഗൗരവമായി കാണും എന്നാണ് വിശ്വാസം. വേട്ടക്കാർക്കൊപ്പം ഓടേണ്ടതല്ല എന്ന അങ്ങയുടെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വേട്ടക്കാരുടെ കൂടെ നിൽക്കില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് വേട്ടക്കാരുടെ കൂടെയല്ല, ഒരിക്കലുമല്ല. വളരെ നന്ദി ശ്രീ ബിനോയ് വിശ്വം. ഇതേ നിലപാട് സർക്കാർ ഇതേ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളും ആഗ്രഹിക്കുന്നത്.